ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ഇന്ന് നമുക്കൊരു നാടൻ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയല്ലോ. അപ്പോൾ അടിപൊളി അമൂർ ഫിഷ് വെച്ചിട്ടുള്ള വാഴയിലയിൽ ചെറിയുള്ളിയൊക്കെ ഇട്ട് അടിപൊളിയായി പൊള്ളിച്ചെടുത്തൊരു മീൻ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലേക്ക് പോവാം. അമ്മ ഹലോ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 അമൂർ ഫിഷാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം. ഞാനിവിടെ ചെറിയുള്ളിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെറിയുള്ളി 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗാർലിക്ക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അപ്പോൾ നോക്കാം. ഇത് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന മീനിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കൂടം ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, നല്ല എരിവുള്ള ചില്ലി പൗഡറാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. ഞാനിത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫിഷിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. ഞാൻ വെള്ളം കൂട്ടാതെയാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചു വരും. അപ്പോൾ ഈ ഫിഷിൻ്റെ സ്കിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തേക്കുന്നത്. നല്ല പുളിവെള്ളത്തിലൊക്കെ നല്ല വൃത്തിയൊക്കെ കഴുകി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫിഷ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറായി. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ അല്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കാം. എന്നാൽ മീൻ അടിയിൽ പിടിക്കില്ല. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് എടുത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നും. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ മസാലയ്ക്ക് ഇതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചെറിയുള്ളിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അടി പിടിച്ചിട്ട് മീൻ ഇങ്ങനെ കരിഞ്ഞ പോലെ ആയി പോകും കേട്ടോ. നമുക്കങ്ങനെ വേണ്ട. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇതൊന്നായി വരട്ടെ. അപ്പോൾ ഇതൊരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ബൗൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആവശ്യത്തിന് എണ്ണ ഉണ്ട്, നിങ്ങൾക്കില്ലേ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെയാണ്. സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് സ്മാഷായി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇത് നമ്മൾ മീനിൽ ചേർത്ത മസാലയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചെറിയുള്ളി,
ജിഞ്ചർ ഗാർലിക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലാണ് കേട്ടോ, ഒറ്റപ്പാലാണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. എന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഒന്ന് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ മസാല ബാക്കിയുള്ളത് ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് കുറവായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഞാനൊരു ഇല വെച്ചിട്ടുണ്ട്. ഇല നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെയും കൂടെ നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കെട്ടണം നമുക്ക്. വേറൊരു എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കീറിപ്പോവും. ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അതുപോലെ നമുക്ക് ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ, അതുകൂടെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെ ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പിലാണ് ഇത് പൊളിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം ഹിന്ദുട്ടി. അപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ വന്ന് കിടിലനായി വന്നിട്ടുണ്ട്.
പിന്നെ എടുത്ത് ഇതിൻ്റെ മസാലയൊക്കെ കൂട്ടി കഴിക്കാം. കിട്ടു ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. അപ്പം വീണ്ടും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വിഭവങ്ങളുമായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളുമായിട്ടും നിങ്ങളുടെ ഇന്ദുട്ടി വരാം. ബൈ.